ബത്ശേബയുമായുള്ള ദാവീദിന്റെ വീഴ്ച ദൗർലഭ്യം മൂലമല്ല, മറിച്ച് ദൈവകൽപ്പനകളെ അവഗണിക്കുകയും കർത്താവിനെ ഭയപ്പെടുന്നതിൽ നിന്ന് താൽക്കാലികമായി അകന്നുപോയ ഒരു ഹൃദയം മൂലവുമാണ്. എല്ലാ സൗഭാഗ്യവും ദൈവം നൽകിയിട്ടും ദാവീദ് തെറ്റ് ചെയ്തതുകൊണ്ട് ദൈവം പ്രവാചകനെ അയച്ചു ഇപ്രകാരം പറയുന്നു: ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു. യാക്കോബ് 1:14 പറയുന്നു: ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. നീ കർത്താവിന്റെ വചനത്തെ നിന്ദിച്ചതെന്തുകൊണ്ട്? ദൈവം ചോദിച്ചു. ദാവീദിന്റെ വ്യഭിചാരവും കൊലപാതകവും ദൈവവചനത്തെ നിന്ദിക്കുന്നതായി കാണപ്പെട്ടു എന്നത് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കും. ദൈവത്തിന്റെ സ്വന്തം ഹൃദയത്തെ പിന്തുടരുന്നവർ പോലും അവന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വീണുപോകാം. യഥാർത്ഥത്തിൽ അനുതപിക്കുന്നവരോട് ദൈവം ഇപ്പോഴും ക്ഷമിക്കും. ആഴമായ അനുതാപത്തോടെ ദാവീദ് സങ്കീർത്തനം 51 എഴുതി. അതാണ് നമ്മുടെ മാതൃക. അതിന്റെ 17-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു: ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല.